ഗൈസ്, ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ യൂഷ്വലി എല്ലാ ദിവസവും രാവിലെ ഈ റൈസിൻ ആൻഡ് ആൽമണ്ട് ഗ്രാന്യോളയാണ് ഞാൻ കഴിക്കുന്നത്. നമ്മുടെ ഓട്സ്, നാട്ടിലെ ഓട്സിൻ്റെ വേറൊരു വകഭേദമെന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാനൊന്ന് കാണിക്കാവേ. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഒരു കുറച്ചേ എടുക്കത്തുള്ളൂ ഇത്. പിന്നെ കുറച്ച് ആൽമണ്ട്സ്, ഒരു 5 അല്ലെങ്കിൽ 6 ആൽമണ്ട്സ്. പിന്നെ ചിയ സീഡ് അറിയാമല്ലോ, അതിൻ്റെ ഒരു സ്പൂണ്. പിന്നെ കുറച്ച് ഇത് ഞാൻ ബോട്ടിലാക്കി വെച്ചേക്കുന്നത്, ഇത് പംകിൻ സീഡാണ് കണ്ടോ, പംകിൻ സീഡാണ്. ഇതിൻ്റെയും ഒരു സ്പൂണൊക്കെ ഇടും. എന്നിട്ട് ഇതെല്ലാം നമ്മളൊന്ന് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഈ ഗ്രാന്യോളയുടെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ഒരു 6 ബദാം, പംകിൻ സീഡാണ്. ഒരു സ്പൂണൊക്കെ വരത്തുള്ളൂ, എൻ്റെ കയ്യിലിങ്ങനെ കാണുന്നതേ ഉള്ളൂ. ഒരു സ്പൂണേ വരുള്ളൂ. അതും കൂടി മിക്സിയിലോട്ടിടാം. ഇതാണ് ഗ്രാന്യോളയിൽ നിന്ന് നമ്മളൊരു 3 സ്പൂണ് ഗ്രാന്യോള എടുക്കാം. 1, 2, 3. അടുത്ത നമുക്ക് ചിയ സീഡ് എടുക്കാം. ചിയ സീഡ് 1 സ്പൂണ് ചിയ സീഡ് എടുക്കുന്നു. അത് ഇതിനകത്തോട്ട് ഇടുന്നു. ഓക്കെ, നമ്മൾ ക്രഷ് ചെയ്തെടുത്ത് ആ ബദാമും പംകിൻ സീഡും കൂടി ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് ചൂടുവെള്ളം ആഡ് ചെയ്യാം. എന്നിട്ട് അതിനെ സോക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെക്കുക. ഗൈസ്, നമ്മുടെ ഈ ഓട്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സോക്കായിട്ടുണ്ട്. ഇതിലോട്ട് എനിക്ക് ഷുഗർ വേണമെന്നുള്ളത് കൊണ്ട് 1 സ്പൂണ് ഷുഗർ അതിലോട്ട് ഇടുക. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ സാധ്യം റെഡി. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്.